ശിവൻ വന്നിങ്ങനെ മടിയിലോട്ട് ഇരുത്തിയിട്ട് പറഞ്ഞു, നീ വിഷത്തിന് ഓതണം. കുനിഞ്ഞ് ഇരിക്കണ്ട, കയ്യും കാലൊക്കെ അതുകൊണ്ട് ഗണപതി തുമ്പിക്കൈയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഗണപതി തുമ്പിക്കൈ കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഇതിനകത്ത്. വേൽമുരുക ഹരോഹര, വേൽമുരുക ഹരോഹര, വേൽമുരുക ഹരോഹര. രാജു ചേച്ചി, ഇത് എന്തൊരു ഇരിപ്പ ഇത്? ഉണ്ണി എന്നെ എന്താ വിളിച്ചേ? ഞാൻ രാജു ചേച്ചിന്ന് വിളിച്ചേ. രാജു ചേച്ചി അല്ലേ ഇത്? പരാശക്തി അമ്മയല്ലേ? ഓ സോറി, അപ്പൊ ഞാനേ തെറ്റിപ്പോയി. അമ്മ ഞാൻ ആദ്യം രാജു ചേച്ചിന്ന് വിളിച്ചപ്പോ സാധാരണപ്പെട്ട വിചാരിച്ചു. ഉണ്ണി പിണിയാളിന്റെ ശക്തി, 7 ശക്തി അധിഷ്ഠിതമായി നിൽക്കുന്ന ശക്തി വരുമ്പം ഈ പെടലി ഇങ്ങനെ കോട്ടും. അത് ശക്തി വരുമ്പോഴാണ്. ഏത് അർദ്ധരാത്രിക്ക് ഏത് വനത്തിരുന്നു എപ്പ വിളിച്ചാലും വരാം. ഉണ്ണി പറ, അധർമ്മം കാണിക്കരുത്, പണത്തിന് ആഗ്രഹിക്കരുത്. ഈ 3 വരമാ കൊടുത്തത്. അല്ല ചേച്ചി, ഞാൻ വന്നപ്പോഴേ ഞാൻ ഒരു വീട്ടമ്മയാന്ന് വിചാരിച്ചു. പക്ഷെ ദൈവമാണതല്ലേ? അങ്ങനെ പറയുന്നില്ലല്ലോ. ദൈവം ഒരാളിൽ ചൈതന്യം കൊടുക്കത്തല്ലോ ഒരു അംശം. എല്ലാം ദൈവം ഭൂമി പൊട്ടിമുളച്ച് ഇറങ്ങി വരാൻ പറ്റുമോ? ഈ ശരീരത്തിൽ ഇപ്പൊ ശരിക്കും ഒരുപാട് ദൈവങ്ങൾ വരുമോ? ഇവരെല്ലാം ആവശ്യത്തിന് വരുവാ കുട്ടി. ഈ പാമ്പിന്റെ വിഷമൊക്കെ അമ്മ ഊതി കളയെന്ന് പറഞ്ഞു, ശരിയാണോ? അതാട്ടെ, പാമ്പിന്റെ വിഷം ഊതി കളയുന്ന പറഞ്ഞ് കേട്ടുള്ള രാജം ചേച്ചി. ഇനി എന്താണെന്ന് അറിയത്തില്ല. രാജവമ്പാലയും അല്ലെങ്കിൽ മൂർഖനെ കടിച്ച് നമ്മൾ ആശുപത്രി പോയി. പക്ഷെ ഇവിടെ അത് വേണ്ടെന്ന പറയുന്നത്. ഇനിയിപ്പോ അകത്ത് പൂജാമുറിയിലോട്ട് എല്ലാത്തിനും അത് വലിയ ആളായിട്ട് ഞാൻ വിളിക്കുന്നില്ല. മനസ്സിലായി. കാരണം ആൾക്കാർക്ക് ഇതൊരു വിശ്വാസമായിട്ട് വന്ന് നമ്മൾ ചെയ്തു കൊടുത്തിട്ട് എന്തായാലും ഭവിഷ്യത്ത് ഇന്ന് വരെ വന്നിട്ടില്ല. എന്നാൽ എല്ലാവരും പറയും ഇത് ചെയ്യരുതെന്ന് പറഞ്ഞു. പക്ഷെ എന്നോട് ബലമായിട്ട് പറഞ്ഞ് ഈ രുദ്രാക്ഷം തന്നിട്ട് പറഞ്ഞു, ശിവന്റെ ശക്തിയാൽ 3ാമത്തെ വർഷം എനിക്ക് ഈ വരം തന്നു. അപ്പോഴാ ശിവൻ വന്നിങ്ങനെ മടിയിലോട്ട് ഇരുത്തിയിട്ട് പറഞ്ഞു, നീ വിഷത്തിന് ഓതണം. പറയട്ടെ, ഓതണം എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, ഭഗവാനെ ഇനിയും ഇങ്ങനെ ഇത് ചെയ്ത് വല്ലവരും മരിച്ചു പോയാൽ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനോ? അന്നേരം പറഞ്ഞു, നിന്നെ ഏൽപ്പിച്ച ജോലി നീ അങ്ങ് ചെയ്താൽ മതി, ശരിയോ തെറ്റോ നീ തിരക്കണ്ട. അങ്ങനെ നിർബന്ധം പറഞ്ഞ് പേടിച്ചു. ഇതിപ്പോ ഇവന്റെ മോന്റെ കൈ ഇങ്ങോട്ട് വിടും. ഇങ്ങനെ ഊതുല്ലേ? ഓ, ഇങ്ങനെ ഊതി 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 എടുക്കും, വലിച്ചെടുക്കും. മനസ്സിലായി. മുറിവ് ഇങ്ങനെ ഈ വലിക്കുമല്ല, ശരിക്കും വലിക്കുന്നതല്ല പ്രക്രിയ. ഉണ്ണിയുടെ പേരും നാളും പറഞ്ഞു, നാളുകാരന്റെ ശരീരത്തിലും മാംസത്തിലും രക്തത്തിലും ഉള്ളിലും ത്വക്കിലും തലച്ചോറിലും ഉള്ള വിഷം പോരട്ടെന്ന് പറഞ്ഞ തലച്ചോറ് തൊട്ട് നിന്റെ ശരീരത്തിലുള്ള രക്തത്തിലാണല്ലോ വിഷം ബാധിച്ചപ്പോ. കേക്ക, ഈ വിഷം ഇങ്ങനെ പിടിക്കുമ്പോ എന്റെ കവിളങ്ങ് നിറയുമ്പോ ഞാൻ വൊമിറ്റ് ചെയ്യുമ്പോ എനിക്ക് ഭയങ്കര പിടപെട്ടം തരും. ഈ വിഷം പുറത്തു പോണ്ടേ? ഞാൻ കർപ്പൂരം ഒഴിയാൻ പോവാ. അപ്പൊ ഇനി നമുക്ക് ഏതെങ്കിലും ദൈവമായിട്ടൊക്കെ അമ്മ തിരിച്ചു വരുമല്ലോ. രാജമശേഷിയുടെ രാജമശേഷി അകത്ത് തുള്ളുക, ദേവിയായിട്ട് മാറും തോന്നുന്നുണ്ട്. പുറത്തോട്ട് ഇറങ്ങി വരുവാനെങ്കിൽ കാണാറുണ്ട്. വരുന്നുണ്ട് കേട്ടോ. എന്താണ് ഉണ്ണി നിങ്ങൾക്ക് അറിയേണ്ടത്? ഞങ്ങൾക്ക് അമ്മയെ കാണാൻ വേണ്ടി വന്നതാ. അതിനെന്താ, കണ്ടോളൂ. വളരെ ദൂരത്ത് എന്താ വിവരം അറിയണമെങ്കിൽ അറിഞ്ഞോളൂ. അമ്മ എപ്പോഴും സദാ ഇവിടെ ഉണ്ട്. ഈ തലമുടി നാര് തൊട്ട് ഉള്ള നഖം വരെ ഈ പരാശക്തിയുടെ ചൈതന്യ കുട്ടി. പിണിയാണല്ലാതെ കള്ളമില്ല, കാപട്യമില്ല, കളങ്കമില്ല, മന്ത്രമില്ല, മരുന്നില്ല. ഉണ്ടോ? അതെന്താ പറഞ്ഞാലും ഞാൻ പറയത്തില്ല. കാരണം നിനക്ക് മന്ത്രിയാകാൻ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയമാകുമ്പോ നീ ഇലക്ഷൻ നിൽക്കും, നീ മന്ത്രി. മനസ്സിലായോ? ആന കുഞ്ഞായിട്ട് ജനിച്ചത് അത് പ്രൗഢിയായിട്ട് നെറ്റിപ്പട്ടം കെട്ടി ആനയായിട്ടല്ലെങ്കിൽ, ഒരു പശുക്കുട്ടി എത്ര കൊഴുത്താലും അത് നെറ്റിപ്പട്ടം കെട്ടി അലങ്കരിക്കാറില്ല. അങ്ങനെ പറയത്തില്ല. എന്താന്നറിയാമോ? അത് രണ്ടും 2 കക്ഷിക്കാര് വിധിക്കപ്പെട്ടവൻ കസേരയിരിക്കും. ഏത് ബാധയും ഞാൻ ഒഴിക്കും. ബാധ ഒഴിക്കാൻ ഇന്ന് ഫേമസാ ഞാൻ. എനിക്ക് 1/2 മണിക്കൂർ മതി. ഞാനാണ് അവരുടെ ആപത്ത് മാറ്റി ആറ്റുകാലമ്മയാണ് ഈ വന്നിരിക്കുന്നത്. ചമ്മടം പടഞ്ഞിരിക്കുന്നതാണ് അമ്മ തന്നെ പറഞ്ഞ. ചമ്മടം പടഞ്ഞ നിൽക്കും അമ്മ. എപ്പോഴും ഒരു കാലം ചമ്മടം പടഞ്ഞ അങ്ങനെ ഇരിക്കും അമ്മ. ഇങ്ങനെ ഇരിക്കും, അങ്ങനെ ഇരിക്കാം, ഇങ്ങനെ ഇരിക്കും. പിന്നെ ആരാ വരുന്നത് ഇതുപോലെ ഓരോന്ന് കാണിക്കാമെങ്കിലേ? ഗണപതി. ഗണപതി കൈ കുനിഞ്ഞ് ഇരിക്കണ്ട, കയ്യും കാലൊക്കെ അതുകൊണ്ട് ഗണപതി തുമ്പിക്കൈയും കാര്യങ്ങളെല്ലാം ഉണ്ട്.
ഗണപതിയുടെ തുമ്പിക്കൈ കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഇതിനകത്ത്. പിന്നെ ആരാ അമ്മ വരുന്നത്? പിന്നെ ആരാ വരുന്നത്? മുരുകൻ. ഇതേതാമേ? മുരുകൻ. വേൽമുരുക ഹരോഹര വേൽമുരുക ഹരോഹര വേൽമുരുക ഹരോഹര വേൽമുരുക ഹരോഹര തങ്കണക്കത്തില്ലം തില്ലം തണ. വേൽമുരുകൻ എത്തിക്കഴിഞ്ഞു. ഉണ്ടോ വേൽമുരുകൻ? ഇനി നമുക്ക് കുറച്ചും കൃഷ്ണനെ കാണാം, അവസാനം ഭദ്രകാളിയും കാണാം. ഇതാണ് വേൽമുരുകൻ. അമ്മ കൃഷ്ണൻ എങ്ങനെയാ കൃഷ്ണൻ ഓടക്കുഴൽ കേട്ടോ, ആ പാട്ടിടാമെങ്കിൽ കറക്റ്റാണ്. കൃഷ്ണൻ നല്ല രസത്തിലാണ് നിൽക്കുന്നത്. ഓക്കെ, പെട്ടെന്ന് മാറാം. അമ്മ എനിക്ക് ഭദ്രകാളിയോടെ കാണാം. ഭദ്രകാളി എങ്ങനെ അമ്മേ? രൗദ്രഭാവമുള്ള, കണ്ണൊക്കെ തുറുപ്പിച്ച് നാക്കൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്ന, ഒരു തുള്ളി തുപ്പൽ പോലും വെളിയിൽ പോവാത്ത ഭദ്രകാളി എങ്ങനെ വരുന്നത്? കൃഷ്ണനെ പിടിച്ചു. ഇനി ആരാമേ? ഉടപാടെടുക്കാൻ പോവാ. ഭദ്രകാളിയാണ് നമുക്ക് പേടിക്കേണ്ടത് കേട്ടാ. ബാക്കിയൊക്കെ നമുക്ക് സഹിക്കാം. ഇതൊരു ഭയങ്കര സംഭവമാണ്. ഓ, നാക്കൊക്കെ നോക്കും, ഒരു തുള്ളി തുപ്പൽ പോലും വെളിയിൽ പോകാതാണ് വരുന്നത്. ഭദ്രകാളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യത്തിലും ഒരു മനുഷ്യത്വമില്ല അല്ലയോ? നാക്കൊക്കെ നീട്ടുന്നത് ഭയങ്കര ഉണ്ടല്ലോ. എത്ര സമയം ഇങ്ങനെ നാക്ക് നീട്ടി വെക്കും അമ്മേ? കുഴപ്പമില്ല, നമ്മളിത് കേൾക്കുന്നില്ല കേട്ടോ. ഉണ്ടോ? അമ്മ ഭദ്രകാളിയായപ്പോഴത്തേക്ക് വിധം അങ്ങ് മാറി. ശ്രീകൃഷ്ണൻ്റെ ആ രൂപമൊന്നും അല്ല ഇപ്പം, മട്ടും ഭാവം എല്ലാം മാറിയല്ലോ ഇത്. കൂടുതലായിട്ട് വന്നാൽ നീ നിണം തരേണ്ടി വരും. തരാൻ പറ്റുമോ? അയ്യോ, ചോര തരേണ്ടി വരുമെന്ന്. എൻ്റെ ദൈവമേ, ഇല്ല. അതുകൊണ്ട് കൂടുതൽ വരുത്തണ്ട. ഉണ്ടോ ചോര? അമ്മ ഇത് ഹൈന്ദവ ദൈവങ്ങൾ മാത്രമേ വരത്തുള്ളൂ. ക്രിസ്ത്യൻ യേശുവൊക്കെ വരുമോ? യേശുവൊക്കെ ശരീരത്തിൽ വരുമോ? വരത്തില്ല അല്ലേ? മുസ്ലിം ദൈവങ്ങളും വരത്തില്ല. ഹനുമാൻ വരുമോ? ഹനുമാൻ വരുമോ? ഹനുമാൻ വരും. ഹനുമാന്റെ ശക്തി ഇപ്പൊ കാണാം. ഹനുമാൻ മരുത്വ മലയും ചുവന്നുകൊണ്ട് പോകുന്ന ഹനുമാൻ ഇതാ രംഗത്തെത്തി കഴിഞ്ഞു. കണ്ടോ, മരുത്വ മലയൊക്കെ എടുത്തിട്ട് പോകുന്ന ആ മുഖമൊക്കെ കറക്റ്റ് കേട്ടോ. ഹനുമാന്റെ മപ്പെല്ലാം കൃത്യമായിട്ട് പിടിച്ചിട്ടുണ്ട്. മരുത്വ മലയാണ് കൈയിരിക്കുന്നത്. പറന്നു പോവുകയാണ്. ഇതാ 7 കടലും നീണ്ടി ഇതാ മരുത്വ മലയും കൊണ്ട് പോവുകയാണ്. കണ്ടോ ഓരോ ആ കണ്ണൊക്കെ ഭയങ്കര വികസിച്ച് കേട്ടോ. ഹനുമാൻ്റെ ഒരു പവർ കണ്ടോ. കൈയൊക്കെ നല്ല മസിലൊക്കെ ആയി ഭയങ്കര സെറ്റപ്പിലായി. കണ്ടോ കറക്റ്റ് ആ മറ്റേ മുഖം കറക്റ്റ് മപ്പ് പിടിച്ചിട്ടുണ്ടല്ലേ. അതാണ് കൈയിരിക്കുന്ന ബലം കണ്ടോ, മസിൽ കണ്ടോ. ഓരോ ശരീരത്തിനും അതിനനുസരിച്ച് മാറുന്നുണ്ട് കേട്ടോ അല്ലേ. കൃഷ്ണനുള്ളപ്പം ഭയങ്കര ഒരു മെലിഞ്ഞ ശരീരം. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല കണ്ടോ, ഇത് പടപടാന്ന് പറഞ്ഞാൽ മാറുന്നത്. അമ്മേ, ഇത് അമ്മയുടെ ജീവിത ലക്ഷ്യം എന്തോ? അമ്മ എന്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചേക്കുന്നത്? ഭൂമി രക്ഷപ്പെടുത്താൻ വേണ്ടിയാണോ? അതെ, എന്റെ മക്കളെ രക്ഷിക്കാനാ. ആണ്. അതെ, മറ്റല്ലമ്മേ ഭൂമിയിൽ അവതാരം ചെയ്തത് അതിനാ. അപ്പൊ ഈ ഓരോ പ്രശ്നം വരുമ്പോ ഓരോ ദൈവമായിട്ടാണ് അമ്മ മാറുന്നത്. ആര് വേണമെന്ന് വെച്ചാൽ അവര് വരും. അതനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ആറ്റുമല്ലമ്മ പ്രശ്നം പറയുമ്പോ എനിക്ക് ശാന്തയാ. എനിക്ക് അസുഖമൊന്നുമില്ല. ഇല്ല, അത് നാഗരാ വരുന്നത്. ഈ ശാന്തമായിട്ട് ഞാൻ സംസാരിക്കുമെന്നായിരുന്നു. എന്നാലും ഒരു രൗദ്രവും ഇല്ല. നമ്മൾ അമ്മയും മക്കളും പറയുന്ന പോലെ തന്നെ എല്ലാം ചോദിക്കാൻ. നിങ്ങൾക്ക് പ്രശ്നം ചോദിക്കുമ്പോൾ അത് സമാധാനമായിട്ട് പറയും. അങ്ങനെ പറയും. അങ്ങനെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഒന്നും ഇല്ലല്ലോ. മുമ്പേ മന്ത്രിയുടെ കാര്യം ചോദിച്ചില്ലേ, അതേപോലെ ഉള്ള കാര്യങ്ങളൊന്നും അമ്മ ചെയ്യത്തില്ല. അറിയത്തില്ല. അസുഖങ്ങള് അവർക്കുള്ള അങ്ങനല്ല, അസുഖം മാറുക. പിന്നെ അതുകൊണ്ട് പറഞ്ഞില്ലേ, ഹസ്ബൻഡും ഒക്കെ ആയിട്ടുള്ള പരിഹാരങ്ങള് അന്നേരം അത് ഒഴിയേണ്ടിയാന്നേ പറയും മക്കളെ. അതൊഴിയുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവി ദോഷം. അമ്മയ്ക്ക് അറിയാൻ പറ്റും ഒന്നിക്ക് പിണങ്ങി പോകുന്ന അറിയാൻ പറ്റും. അതറിയാം, അവര് പറയും. പറയാൻ നേരം പറയും അങ്ങനെ ഞാൻ അങ്ങ് പറയുമല്ലോ. ദൈവം എന്ന് പറഞ്ഞാൽ അടിയെടുത്തപ്പോഴേ അതല്ലയോ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ചിലർ കാമുകനും കാമുകയായിട്ട് സ്നേഹിച്ചിട്ട് 1 വർഷം 3 ഒക്കെ കഴിയുമ്പോൾ പറന്ന് പറയും അമ്മയെ നടത്തി തരണമെന്ന് പറയാം. അറക്കാത്തയാന്ന് പറയും കുട്ടി ഒരിക്കലും ഇത് നടത്തും പറയും. അതല്ലേ പറയാം 6 മാസത്തിനാകുമ്പോൾ വെച്ച് കറക്റ്റ് നടന്നിരിക്കും. നിങ്ങൾ രണ്ടും കൂടെ ചേരേണ്ടതാണ്. അത് ആർക്കും ബന്ധിക്കാൻ പറ്റത്തില്ല. ചില തള്ളമാര് വന്നിട്ട് പറയും, ഞാൻ പറയും എണ്ണീരെ നിന്റെ മോളെ വേറൊരാളെ സ്നേഹിച്ചിട്ടേ 3 വർഷമൊക്കെ കഴിയുന്ന പറഞ്ഞ പേർഷ്യയിലൊക്കെ പോയി നല്ലത് വരുമ്പോ കളഞ്ഞാൽ നിനക്ക് വിഷമമുണ്ടോ? എണ്ണീരുണ്ണി അങ്ങനെയൊക്കെ പറഞ്ഞു. ദേഷ്യം വരിച്ചല്ലോ. പിന്നെ സമാധിയൊക്കെ 65 വയസ്സ് കഴിഞ്ഞു. 75 വയസ്സ് അല്ലേ? 7 വർഷം അല്ല 8 വർഷം കൂടെ കാണും. 75 വയസ്സ് കുറെ എണ്ണത്തിന് നന്നാക്കാനുണ്ട് ഇവിടെ. പിന്നെ എപ്പോഴാ ഏത് സമയം പോണ്ടേ മോനെ? അതല്ലേ കുറെ എണ്ണത്തിന് നന്നാക്കിട്ട് ഇവിടുന്ന് പോത്തോളൂ. അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അത് എന്നെ കൊണ്ട് ചെയ്യാവുന്ന ജോലി മൊത്തം അമ്മ തീർപ്പിച്ചാൽ അടുത്തൊരു തലമുറയ്ക്ക് എല്ലാം കൊടുത്തിട്ടാവും.
ഇപ്പം എന്തായാലും ഇനിയൊരു ജീവിത ലക്ഷ്യമുണ്ട്, അത് കഴിയുന്നവരെ ഇവിടെ കാണും, ഭൂമി കാണും. അമ്മ എത്ര തീരുമാനിക്കുന്നെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് ലോകം ചുറ്റാൻ പോകും. ആ ലോകം ചുറ്റണമെന്ന് പറയുന്നുണ്ട്.